കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വൈറലായ പാട്ടാണ് കരിങ്കാളി സോങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. കരിങ്കാളി ഷൂട്ട് ചെയ്ത ഭാഗമാണ് ഈ പാടത്തന്നെ. ഇവിടെ തന്നെ നമ്മളിത് ദൈവനിശ്ചയം പോലെ വരാൻ പറ്റില്ല. ജടകെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂമലര് കലിതുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്. ഒരു രാത്രി ഒരു 11:15 ആയപ്പോഴാണ് എന്നെ കണ്ണൻ ചേട്ടൻ വിളിച്ചിട്ട് പറയുന്നത്. ഷൈജ് ചേട്ടനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ശ്രീകുമാരേട്ടനാണ് ഇതിൽ അഭിനയിക്കുന്നത്. ദിക്കുകൾ നാലട്ടും പൊട്ടിയടരും പടക്കോപ്പുകൾ കൂടുന്നേ. നമുക്ക് ആദ്യം ശരിക്കും വരുന്നത് എള്ളോളം തരി എന്നുള്ള പാട്ടാണ്. ആദ്യത്തെ ഒരു ഹിറ്റ് എന്ന് വെച്ചാൽ കണമംഗലത്ത് എഴുതിയൊരു പാട്ട്. എള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ തന്തം നിനക്കാടേ കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെന്നും പണ്ട് പണ്ട് കറക്കാടേ പണ്ട് പോലെ പറക്കാടേ. യൂട്യൂബില് 1 കോടിയേക്കാറ്റ് മുകളിൽ ആടാട് പാട്ട് ഹിറ്റായിരുന്നു. ഇവർ തന്നെയാണ് ആ പാട്ടിന്റെയും പിന്നിലുണ്ടായിരുന്നത്. ആടി കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ ആടി കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ അമ്മ ചോടുന്നു വെക്കുമ്പോഴേ താളം പിടിക്കണം നല്ല പൊൻപല കാലിനാലേ താളം പിടിക്കണം. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ ആവിലെ നല്ലമ്മേ. ഊഞ്ഞാലേ ഒന്നൂഞ്ഞാലേ ഊഞ്ഞാലേ ഒന്നൂഞ്ഞാലേ മുറ്റത്തെ മാവിലെ ചാലി കെട്ടി ആവണി പൂങ്കാറ്റിൻ തേരിലേറി. KSRTC ബസ്സിനകത്തൊരു ടിഷ്യൂ പേപ്പറിൽ എഴുതിയൊരു പാട്ടാണ് ഞാൻ പാടി ഉണർത്തിയ കാവുകള് ആ കാവിലുറയണ ദൈവങ്ങള് എന്റെ കണ്ണീരിൽ സന്തോഷം കണ്ടോറ്. എനിക്ക് നാടൻ പാട്ടിലേക്ക് കൂടുതൽ ഒരു ടച്ച് കിട്ടാൻ കാരണം സ്റ്റുഡിയോയിൽ ഒരുപാട് പാട്ടുകൾ നമ്മുടെ എപ്പോഴത്തെ നാടൻ പാട്ടിന്റെ കുലപതി എന്ന് പറയുന്ന മണിച്ചേട്ടൻ ഒരുപാട് പാട്ടുകൾ സ്റ്റുഡിയോയിൽ പാടിയിട്ടുണ്ട്. റബ്ബർ പാൽ പോലൊരു പെണ്ണ് പാലാക്കാരി പേടി. അളവില്ലാത്ത സ്നേഹത്തിന്റെ വലിയൊരു നിലവറുണ്ട് ഞങ്ങളുടെ കയ്യിൽ. അത് തന്നെയാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഓണാശംസകൾ. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വൈറലായ പാട്ടാണ് കരിങ്കാളി സോങ്. ഈ പാട്ടിൻ്റെ സൃഷ്ടാക്കളായ ചേട്ടന്മാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഷൈജ് ചേട്ടാ, ഈ കരിങ്കാളിയിലേക്ക് നിങ്ങളുടെ ഈ ടീം എങ്ങനെയാണ് എത്തിപ്പെട്ടതിലേക്ക്? കരിങ്കാളി എന്നുള്ളൊരു പാട്ടിനെ എത്തിച്ചേരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടല്ലോ, നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും പാട്ടിനോട് അത്രയും 100% ഭ്രാന്തുള്ള ആൾക്കാരാണ്. അങ്ങനെ പച്ച മലയാളത്തിൽ പറയണല്ലോ. എന്ന് വെച്ചാൽ പാട്ടിനോട് അത്ര ഇഷ്ടം കാരണം വന്ന് നിൽക്കുന്ന കലാകാരന്മാരുള്ള. അപ്പോൾ കരിങ്കാളി എന്ന് മാത്രമല്ല എല്ലാവർക്കും ഓരോ പാട്ടുകൾ സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വൈറലായത് നമ്മുടെ കരിങ്കാളിയും പിന്നെ ഒരു ഒളിച്ചോട്ട പാട്ടും. അതെ, നമുക്ക് ആദ്യം ശരിക്കും വരുന്നത് എള്ളോളം തരി എന്നുള്ള പാട്ടാണ്. ആദ്യത്തെ ഒരു ഹിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണമംഗലത്ത് എഴുതിയൊരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്ത ആദ്യത്തെ ഹിറ്റ് എള്ളോളം തരി. അത് ജോയിൻ എന്നുള്ള സിനിമയിലേക്ക് പിന്നീട് അത് വന്നു. അതിനുശേഷം ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും പാട്ടുകൾ ചെയ്യുന്ന ആളുകളാണ്. കരിങ്കാളിയിലേക്ക് വന്നു വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ മംഗലത്ത് ഒരു 5-6 വർഷം മുൻപ് എഴുതിയൊരു പാട്ടാണ്. അത് പല്ലവി മാത്രം. പിന്നീട് അത് ഞങ്ങളുടെ ഈ സൗഹൃദ സദസ്സിൽ നമ്മൾ പാടാറുണ്ട് പാട്ട്. അപ്പൊ അത് ഈ നിങ്ങളുടെ ടീം ഉണ്ടാവണത് അങ്ങനെയാണ്. ഈ ഒരു കൂട്ടായ്മ എന്നാണ് നിങ്ങൾ ഇങ്ങനെ ഈ ആൽബത്തിലേക്ക് കടക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായും സൗഹൃദങ്ങളാണ് എപ്പോഴും ഏറ്റവും വലിയൊരു. അത് ഈ സൗഹൃദത്തിന്റെ ഇടയിൽ പാട്ട് പാടി അത് പിന്നെ വിപുലീകരിച്ച് ആൽബം അങ്ങനെ ഇതിലേക്ക് എത്തിയത്. അതെ, തീർച്ചയായും. ഈ ആവേശത്തിലേക്ക് ഈ കരിങ്കാളി വന്നപ്പോൾ അതിലേക്ക് എങ്ങനെയാ ഈ പാട്ട് എത്തിപ്പെടാനുള്ളത്? അത് തീർച്ചയായും ആ സമയത്ത് ഒരു ഏകദേശം 5 ലക്ഷത്തോളം 5 കോടി പ്രേക്ഷകരെ അടുത്തേക്ക് നിൽക്കുന്ന സമയത്താണ് നമുക്ക് അവിടെ നിന്ന് ആവേശത്തിൽ നിന്ന് വിളി വന്നത് അൻവർ റഷീദ് സാറിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമ്മളത് കൊടുക്കാൻ തയ്യാറായി.
അതിനുശേഷം ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ റീച്ച് പോയിട്ടുണ്ട്. ഇത് ഇതിൽ വന്നതിന് ശേഷം നമുക്ക് സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ പാട്ടിന് വ്യൂ എത്രത്തോണ്ട് അത് നമ്മളുടെ ബ്ലാക്ക് ബ്രോ എന്ന് പറഞ്ഞ ചാനലിലാണ് നമ്മുടെ സുഹൃത്തിൻ്റെ ജനീഷ് മണപ്പള്ളി, പുള്ളിയുടെ ചാനലിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ സുഹൃത്ത് തന്നെ, ഈ സൗഹൃദ കൂട്ടായ്മയിലുള്ള പോലത്തെ ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടി ചെയ്തത് നമ്മളെ സമയത്ത്. ബാക്കിയൊക്കെ ദൈവനിശ്ചയം പോലെ പാട്ട് ഹിറ്റായി. എന്നാലും നമ്മൾ പാട്ട് യാത്ര എല്ലാവരും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ട് നിലവിൽ ഒരാളാണോ പാടിയുള്ളത്, രണ്ടുപേരാണോ പാടിയിട്ടുള്ളത്? കരിങ്കാളി എന്നുള്ള പാട്ട് രണ്ടുപേര് കൂടെ. നമ്മളിപ്പോ നമ്മളെ ഓടി കേൾക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതിൽ വേതാളമേറി എന്നുള്ളൊരു പോർഷൻ തുടങ്ങുന്നത് വിനീഷിലാണ് തുടങ്ങുന്നത്. വിനീഷ് കലേറ്റിങ്ങര പുള്ളിയുടെ പേര്. പിന്നെ കരിങ്കാളി എന്നുള്ള പോർഷൻ പാടിയത് അനൂപ് പുതിയ നമ്മുടെ അനിയൻ തന്നെ മാളയിലെ. അങ്ങനെ രണ്ടുപേരാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് ഇതിനൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിങ്കാളി ഷൂട്ട് ചെയ്ത ഭാഗമാണത്. ഈ പാടത്തന്നെ ഇവിടെ തന്നെ നമ്മളിത് ദൈവനിശ്ചയം പോലെ വരാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കൂട്ടുന്നത്. വേതാളമേറിയാളി വാഴുക ദേവേ, ഹരമകളാടിയുലഞ്ഞാടി വാഴ്ക വാഴ്ക തമ്പുരാട്ടേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീ. അമ്മേ നീ അടങ്ങ്, കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. ദിക്കുകൾ നാലട്ടും പൊട്ടിയടരും, പടക്കോപ്പുകൾ കൂടുന്നേ. ഈ കലികാലത്തിൽ പോർക്കലി തീർപ്പാൻ ശ്രീനർക്കലി നീ വേണം. തുടിതാളത്തിലാടിയ താരന്റെ മകളെ ശ്രീകുറുമ്പേ, മകളെ ശ്രീകുറുമ്പേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. വരി നല്ലരിഞ്ഞ് പനം പായനുണക്കി ആറ്റുമ്പോൾ രണഭൂതലത്തിൽ കൊടും വൈരിയ കാലനെറിഞ്ഞോളേ. കരിങ്കാളി സോങ്ങിലെ അഭിനയിച്ച ആളും ഇതിന്റെ പ്രോഗ്രാമിങ്ങിന്റെ ആളും നമ്മളോട് ചേരുന്നുണ്ട്. ചേട്ടാ, ഇതിൽ എങ്ങനെയാണ് ഈ സോങ്ങിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നത്, അഭിനയിക്കാനൊക്കെ?
ഞാനൊരു എന്താ പറയുക യാദൃശ്ചികമായിട്ട് എത്തിയൊരു ഇതാണ്, വേറൊരാളാണ് ഇതിൽ അഭിനയിക്കേണ്ടതായിരുന്നത്. അപ്പോൾ ഒരു രാത്രി ഒരു 11:45 ആയപ്പോഴാണ് എന്നെ കണ്ണൻ ചേട്ടൻ വിളിച്ചിട്ട് പറയണത്, ഷൈജു ചേട്ടനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ശ്രീകുമാരേട്ടനാണ് ഇതിൽ അഭിനയിക്കുന്നത്. കോറസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇതിൽ മെയിനായിട്ട് അഭിനയിക്കേണ്ടതായിട്ട് വന്നത്. അത് ഭയങ്കര സന്തോഷമുണ്ട്. കണ്ണൻ ചേട്ടനോട് ഷൈജു ചേട്ടനോട് ഒത്തിരി നന്ദി പറയുന്നത്. ഇപ്പോൾ എന്താ പറയുക, നമ്മളെ എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. ഇല്ല കാരണം നമ്മൾ ഏത് കല്യാണ വീട്ടിൽ പോയാലും ഇല്ല എല്ലായിടത്തും കരിങ്കാളി ഉണ്ടായിരുന്നു. ഈ സൗണ്ടിലേക്ക് ചേട്ടൻ എങ്ങനെ എത്തിപ്പെടുന്നതിലേക്ക് എത്തിപ്പെടാൻ കാരണം വെച്ചാൽ ഒരു 10-15 വർഷമായി നമ്മൾ ചാലക്കുടിയിൽ ഒരു ഡെൻഡ്രോസ് മ്യൂസിക് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ. ഇല്ല, എനിക്ക് ഒരു 10 വർഷമായിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദം തുടങ്ങിയിട്ട്, നമ്മുടെ ഈ ടീമിൻ്റെ സൗഹൃദം. പക്ഷെ 15 വർഷത്തോളമായി നമ്മൾ ഡെൻഡ്രോസ് മ്യൂസിക് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കരിങ്കാളിയല്ലേ എന്ന ഈ ഗാനത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ, അതിൻ്റെ ഒരു വിജയത്തിൻ്റെ പിന്നിൽ ഒരുപാട് വർക്കുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആളുകൾ വിളിച്ചിട്ട് പ്രോഗ്രാമിങ് ചെയ്യണം എന്ന് പറഞ്ഞ് സമീപിക്കുകയുണ്ടായി. അത് നമ്മളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഗാനമേളയല്ല, ഓരോ പല യൂട്യൂബ് ചാനലിൻ്റെ ആളുകൾക്കും പാട്ടുകൾ ഓർക്കസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് കരിങ്കാളിയിലൂടെയാണ്. അപ്പോൾ അത് നമ്മളത് ഹിറ്റായതിനു ശേഷം നമുക്ക് തൊട്ടടുത്ത് തന്നെ MC ഓഡിയോസിന് വേണ്ടി വേറൊരു ഹിറ്റ് കൊടുക്കാൻ പറ്റി, ഉണ്ണിക്കാളി എന്ന പാട്ട്. അതും ഇപ്പോൾ ഒരു 30 മില്യണിന് മേലെ ആളുകൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞൊരു പാട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഈ സൗഹൃദം, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പോലെ പറക്കാടി എല്ലോളം കരിപ്പൊന്നെന്തിന തനി തഞ്ചാവൂർ പട്ടെന്തിന തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്തം നിനക്കാടി ചണ്ടു കൊതിച്ചവർ ചെണ്ടുകൊണ്ടെന്നും പണ്ട് കറക്കാടി പണ്ട് പോലെ പറക്കാടി പണ്ട് പോലെ പറക്കാടി. ഇനി ഗംഭീരം നമുക്കൊരു ഓണപ്പാട്ട് കേട്ടുവരാം. നമ്മുടെ ഷിബുവേട്ടൻ്റെ ഒരു ഗംഭീര ഓണപ്പാട്ട്. നമുക്കത് ആളെന്നെ എഴുതിയെന്നാണ് പറഞ്ഞത്. നമുക്ക് ആളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു നോക്കാം. ചേട്ടാ, എങ്ങനെ ഇത്രയും ഗംഭീര ഒരു ഓണപ്പാട്ട് ഇതിലേക്ക് എത്താൻ ചേട്ടൻ തന്നെ എഴുതിയതാണോ അതോ? ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എഴുതിയ പാട്ടാണ്. അതിന് ഉപരി വേറൊരു കാര്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, വെടിക്കെട്ട് എന്ന സിനിമയിൽ, അതായത് നമ്മളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ അനിയന്മാരായ ബിപിൻ ജോർജിൻ്റെയും വിഷ്ണുവിൻ്റെയും സിനിമയിൽ 3 പാട്ടുകൾ എഴുതുവാനും അവർക്ക് സംഗീതം കൊടുക്കാനും ഈശ്വരന്റെ അനുഗ്രഹത്താൽ സാധിച്ചു. അതിനകത്ത് ആടനാണ്ടാലോ എന്ന് പറഞ്ഞ പാട്ട് 2 കോടിയിൽ പല ആൾക്കാർ കണ്ടു. ഇന്ത്യവരം എന്ന് പറയുന്ന പാട്ട് 1 കോടിയിലധികം ആൾക്കാർ കണ്ട്. ആ ഇന്ത്യവരം പാടി തുടങ്ങുന്ന സിനിമയിൽ ഹരിച്ചേരനാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ യാദൃശ്ചികമായിട്ടാണ് ബിപിൻ ജോർജ് ഞാനും കൂടി ഒരു ദിവസം കാറിൽ പോകുന്ന സമയത്താണ് ഈ കരിങ്കാളി കേട്ടിട്ട് അപ്പം തന്നെ ബിപിൻ ജോർജ് ഷൈജുവിനെ വിളിക്കായിരുന്നു. അതായത് ഒരു കാറിലെ യാത്രയാണ് ഈ ഇതിലേക്ക് വരുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ബിപിൻ ജോർജിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവന് എന്ത് കണ്ട് ഇഷ്ടപ്പെട്ടാലും അവരെ വിളിച്ച് അഭിനന്ദിക്കും. ആദ്യം തന്നെ അവർക്കും പ്രിയപ്പെട്ട ബിപിനും വിഷ്ണുവിനും പിന്നെ പാട്ടുകൾ ഏറ്റെടുത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അപ്പൊ ഒരു സംഗീതം ചെയ്തൊരു പാട്ടാണ്. ആ പാട്ട് തുടങ്ങിയിട്ട് നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. തുമ്പപ്പൂക്കാലം വന്നേ, പൊന്നോണ നാളും വന്നേ, സ്നേഹത്തിൻ നിറമുള്ള ചേലുള്ളോരുള്ളോരാ പൊൻചിങ്ങം വന്നിടുന്നേ. തുമ്പപ്പൂക്കാലം വന്നേ, പൊന്നോണ നാളും വന്നേ, സ്നേഹത്തിൻ നിറമുള്ള ചേലുള്ളോരുള്ളോരാ പൊൻചിങ്ങം വന്നിടുന്നേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. തുമ്പപ്പൂക്കാലം വന്നേ, പൊന്നോണ നാളും വന്നേ, സ്നേഹത്തിൻ നിറമുള്ള ചേലുള്ളോരുള്ളോര പൊന്നിനം വന്നിടുന്നേ. തുമ്പപ്പൂക്കാലം വന്നേ, പൊന്നോണ നാളും വന്നേ, സ്നേഹത്തിൻ നിറമുള്ള ചേലുള്ളോരുള്ളോര പൊന്നിനം വന്നിടുന്നേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. കൂട്ടരുമായി പൂവിറുക്കാൻ പാടത്തും തൊടിയിലും നടന്ന കാലം,
മനസ്സിൽ നിന്നൊരിക്കലും മറയുകില്ല. പാടത്തും തൊടിയിലും നടന്ന കാലം മനസ്സിൽ നിന്നൊരിക്കലും മറയുകില്ല. തുമ്പി തുള്ളാൻ വാ, കാക്കപ്പൂ നുള്ളാൻ വാ, തുമ്പി തുള്ളാൻ വാ, കാക്കപ്പൂ നുള്ളാൻ വാ, മാവേലി മന്നനെ എതിരേറ്റിടാം. തുമ്പപ്പൂ കാലം വന്നേ, പൊന്നോണ നാടും വന്നേ, സ്നേഹത്തിൻ നിറമുള്ള ചേലുള്ളോരുള്ളോർ കുഞ്ചിങ്ങം വന്നിടുന്നേ. ഓണം 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 വന്നേ, പൂവേ പുലി പൂവേ പുലി പൂവേ പുലിയേ. ഓണം 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 വന്നേ, പൂവേ പുലി പൂവേ പുലി പൂവേ പുലിയേ. ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ, ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ, മുറ്റത്തെ മാവിനെ താലി കെട്ടി ആവണി പൂങ്കാറ്റിൻ തേരിലേറി. മുറ്റത്തെ മാവിനെ താലി കെട്ടി ആവണി പൂങ്കാറ്റിൻ തേരിലേറി. തുമ്പി തുള്ളാൻ വാ, കാക്കപ്പൂ നുള്ളാൻ വാ, തുമ്പി തുള്ളാൻ വാ, കാക്കപ്പൂ നുള്ളാൻ വാ, മാവേലി മന്നനെ എതിരേറ്റിടാം. തുമ്പപ്പൂ കാലം വന്നേ, പൊന്നോണ നാളും വന്നേ, സ്നേഹത്തിൻ നിറമുള്ള ചേലുള്ളോരുള്ളോർ കുഞ്ചിങ്ങം വന്നിടുന്നേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. അടുക്കളയിൽ അരങ്ങൊരുങ്ങി, അടുക്കളയിൽ അരങ്ങൊരുങ്ങി, പൂസനിലയിൽ ചോറും വിളമ്പി പപ്പടം പായസം ഓണസദ്യ. പൂസനിലയിൽ ചോറും വിളമ്പി പപ്പടം പായസം ഓണസദ്യ. തുമ്പി തുള്ളാൻ വാ, കാക്കപ്പൂ നുള്ളാൻ വാ, തുമ്പി തുള്ളാൻ വാ, കാക്കപ്പൂ നുള്ളാൻ വാ, മാവേലി മന്നനെ എതിരേറ്റിടാം. തുമ്പപ്പൂ കാലം വന്നേ, പൊന്നോണ നാളും വന്നേ, സ്നേഹത്തിൻ നിറമുള്ള ചേലുള്ളോരുള്ളോര കുഞ്ചിങ്ങം വന്നിടുന്നേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഈണത്തിലെ ഓണപ്പാട്ടുപാടി, നല്ലൊരീണത്തിലെ ഓണപ്പാട്ടുപാടി, കഥകളനവധി കൂട്ടിയിണക്കിയ കാണാനഴകുള്ള ഓണക്കളി. കഥകളനവധി കൂട്ടിയിണക്കിയ കാണാനഴകുള്ള ഓണക്കളി. തുമ്പി തുള്ളാൻ വാ, കാക്കപ്പൂ നുള്ളാൻ വാ, തുമ്പി തുള്ളാൻ വാ, കാക്കപ്പൂ നുള്ളാൻ വാ, മാവേലി മന്നനെ എതിരേറ്റിടാം. തുമ്പപ്പൂ കാലം വന്നേ, പൊന്നോണ നാളും വന്നേ, സ്നേഹത്തിൻ നിറമുള്ള ചേലുള്ളോരുള്ളോര കുഞ്ചിങ്ങം വന്നിടുന്നേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഓണം 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 വന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. യൂട്യൂബിൽ 1 കോടിയേക്കാറ്റ് മുകളിൽ ആടാട് പാട്ട് ഹിറ്റായിരുന്നു. ഇവർ തന്നെയാണ് ആ പാട്ടിൻ്റെയും പിന്നിലുണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, ഈ ആടാട് പാട്ടിലേക്ക് എഴുതിയതും പാടിയതും എങ്ങനെ ഈ പാട്ടിലേക്ക് ഇത്രയും റീച്ചിലേക്ക് എത്താനുള്ള കാരണം? എൻ്റെ പേര് സന്ദീപ് എന്നാണ്. പാട്ട് എഴുതിയത് ഞാനും വൈശാഖ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനും കൂടിയിട്ടാണ് എഴുതിയത്. പാടിയിരിക്കുന്നത് അപ്പൂസ് അനന്തു എന്നാണ് അവൻ്റെ പേര്. എൻ്റെ മാമൻ്റെ മോനാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു നമ്മുടെ ഫസ്റ്റത്തെ കൊറോണയുടെ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് നമ്മൾ ഈ പാട്ടിനെ കുറിച്ച് ആദ്യമായിട്ടൊരു തോട്ട് വന്നത്. ആ പാട്ട് എഴുതിയത് ഒരു മാക്സിമം ഒരു 2 മണിക്കൂർ എടുത്തില്ല നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അത് ചെയ്തു. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ആ പാട്ട് എഴുതി കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഒരു തോട്ട് വന്ന് അപ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു നാടൻപാട്ടിൻ്റെ ടീമിൽ പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ആ പാട്ട് അവിടെ പോയിട്ട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, അതായത് ഫോക്ക് ചണ്ട സാധനങ്ങൾ വെച്ച് കൊട്ടി നോക്കി ജസ്റ്റ്
ഇയർഫോൺ വെച്ച് കേട്ട് അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് വന്നു. അങ്ങനെയാണ് നമ്മളത് റെക്കോർഡിങ്ങും അതുപോലെ തന്നെ ചാനലിൽ റിലീസാക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ. ഇത് ഇത്രയും 1 കോടിക്ക് മുകളിൽ റീച്ച് ഉണ്ടാവുന്നത് നമ്മൾ ചിന്തിച്ചില്ല. ഇല്ല, നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയുള്ളൂ. നമ്മളെ അംഗീകരിക്കുക എന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. എല്ലാവരും കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതുപോലെ നമ്മൾ എല്ലാവരും കൂടി സഹായിച്ച് ഈ ഒരു ഇതിലേക്ക് എത്തി. ഈ ആടാട് പാട്ടിന്റെ പ്രൊഡ്യൂസർ, അതായത് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ കൂട്ടുകാരാണ്. ആള് നമ്മുടെ ചേരുന്നുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ ചേട്ടനത് എങ്ങനെയാണ് ഇത്രയും വൈറലാവും, ഇത്രയും ഹിറ്റ് ആവും എന്നുള്ള സാധനം ഉണ്ടായിരുന്നോ? ഇത് കേട്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ അങ്ങ് ചെയ്താക്കാന്ന് വെച്ചു. നമ്മളിപ്പോ ആടാട് പാട്ട് ഇറങ്ങിയിട്ടിപ്പോ ഫസ്റ്റ് കൊറോണയുടെ ഇതിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ആടാട് ഫോക്ക് മ്യൂസിക്കൽ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് വേറെ പോകുന്നുണ്ട്. അതിലുള്ള കലാകാരന്മാരും എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന മൊത്തത്തിൽ നിങ്ങളുടെ ടീം വർക്കാണ് വിജയം. പ്രത്യേകിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ എല്ലാവരും ഇരിങ്ങാലും കൂടെ കണ്ടുമുട്ടാൻ സൗകര്യമുണ്ട്. വൈകിട്ട് പ്രാക്ടീസിനാണെങ്കിലും ഒക്കെ എളുപ്പമാണ്. ഷൈജുവേട്ടൻ നമുക്ക് അവരെ കട്ടയ്ക്ക് എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് എന്തായാലും കേട്ടിട്ട് വരാം. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടി കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ, ആടി കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ, അമ്മ ചോടുന്നു വെക്കുമ്പോഴേ താളം പിടിക്കണം നല്ല പൊൻവല കാലിനാലേ താളം പിടിക്കണം. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. കരിയുത്തൊരു മെയ്യഴക് കരിനീലമിഴിയഴക്, കരിയുത്തൊരു മെയ്യഴക് നീലമിഴിയഴക്, നല്ല മാൻമിഴി ചേലിനാലേ കണ്ണാറ ചാത്തണം അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവു തെളിയണട്ടാ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അരപ്പട്ടിൻ ചേലിനാലേ അരക്കൊത്തരാമണിയും, അരപ്പട്ടിൻ ചേലിനാലേ രക്കൊത്തരാമണിയും, നല്ല ചെഞ്ചോര ചുണ്ടിനാലേ പുഞ്ചിരി തൂകുമ്പോഴേ അമ്മ വാരിപ്പുണരുമ്പോഴേ കണ്ണു നിറയണട്ടാ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. വടക്കുന്ന് വന്നവളെ എന്റെ നല്ലച്ഛൻ പൊന്മകളെ, വടക്കുന്ന് വന്നവളെ നല്ലച്ഛൻ പൊന്മകളെ, നല്ല വാഴല തുമ്പിനാലേ കള്ള് തെളിക്കുമ്പോഴേ എന്റെ ചേലത്ത് പൂമുറ്റത്ത് വന്നു തെളിയണട്ടാ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ഇനി നല്ലൊരു ഓണപ്പാട്ട് നമുക്ക് രതീഷേട്ടൻ പാടിത്തരും. നമുക്ക് ആളോട് ചോദിച്ചേക്കാം. രതീഷേട്ടാ നമസ്കാരം. ഇത് ഏത് പാട്ടാണ് നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോ ഓണത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പാട്ടാണല്ലോ ഈ പറനിറയെ പൊന്നള. അതൊരു നമ്മുടെ ഒരു ഔദ്യോഗിക കാരണം ഓണത്തിന്റെ. അപ്പൊ അതിന്റെ ഒരു 4 വരി പാടാം. രതീഷേട്ട ഈ ഓണപ്പാട്ട് മാത്രല്ല കേട്ടാ, അതായത് നാടൻ പാട്ടിന് അപ്പുറത്തേക്ക് ഒരുപാട് നാടകഗാനങ്ങളാണെങ്കിലും സിനിമാ ഗാനങ്ങളാണെങ്കിലും ആൽബത്തിലാണെങ്കിലും ഒരുപാട് പാടുന്നൊരു മനുഷ്യനാണ്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ
പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പുരയിടുമലയിൽ നമുക്കു തുഴയാനം വിളിക്കോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ പൂങ്കാവ് പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ. ഷിക്തൻ ചേട്ടൻ നമ്മളോട് ചേരുന്നുണ്ട്. ചേട്ടൻ നില ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നത്? ഇന്ന് നമ്മൾ പാടുന്ന പാട്ട് എന്ന് പറയുന്നത് മധു എന്ന് പറഞ്ഞ ഒരു ആദിവാസി യുവാവിനെ ഭക്ഷണത്തിന്റെ പേരിൽ തല്ലിക്കൊന്ന നാടാണ് അട്ടപ്പാടിയില്. അതിനുശേഷം നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കാണാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രാഥമിക ആവശ്യം എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങോട്ട് ഇദ്ദേഹം മരിച്ച് വാർത്തയൊക്കെ നിങ്ങളുടെ ചാനലിൽ വരെ വാർത്ത വന്ന സമയത്ത് KSRTC ബസ്സിനകത്തൊരു ടിഷ്യൂ പേപ്പറിൽ എഴുതിയൊരു പാട്ടാണ് ഞാൻ യാത്രയില് ടിഷ്യൂ പേപ്പറിൽ KSRTC ബസ്സിൽ റണ്ണിങ്ങിൽ എഴുതിയതാണ്. റണ്ണിങ്ങിൽ എഴുതി. പിന്നെ രാഹുലിന്റെ വീട്ടില്, നമ്മുടെ അനിയച്ചക്കനാണ്, അവന്റെ വീട്ടിൽ വെച്ച് ഞാൻ കമ്പോസ് ചെയ്ത് ഇവൻ എന്റെ ഏറ്റവും ബെസ്റ്റ് വരികൾ വെട്ടുന്ന ആളാണ് ഇവൻ. വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കണം അങ്ങനെ പറയുന്ന ആളാണ്. ഞാൻ ഇത്തിരി എഴുത്തിന്റെ ഒരു ചെറിയ അസുഖമുള്ള കാരണം അത് അങ്ങ് എഴുതാണ്. അപ്പൊ ഭയങ്കര പ്രഹേളിയായിട്ടുള്ള വാക്കുകളൊന്നും അവന് പറ്റില്ല. സിമ്പിൾ ആയിരിക്കണം, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണം. അങ്ങനത്തെ രീതിയാണ് സാധാരണക്കാരന് പറ്റുന്നതായിരിക്കണം. അപ്പൊ ഈ പാട്ട് ഫസ്റ്റ് കേട്ടിട്ട് കണ്ണൻ, നമ്മുടെ കണ്ണൻഭായി അവിടെ ഉണ്ട്, കണ്ണൻഭായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടാ ഗംഭീരമായ സാധനമാണ് നീ എഴുതിയത്. ഹരിയുണ്ട്, നമ്മുടെ വേറൊരു സുഹൃത്തുണ്ട് ഹരി. അപ്പൊ അവരുടെ ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഷൈജോട്ടൻ മ്യൂസിക് ചെയ്ത് എന്ന് പറയുന്ന എന്റെ ഫസ്റ്റ് ആൽബം ഞാൻ ചെയ്തിട്ടുണ്ട്. സിനിമയിലല്ലേ വർക്ക്? സിനിമാറ്റോഗ്രാഫി മേഖലയിലാണ്. ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കവിത, ഈ പാട്ട് എഴുതുന്ന, നാടൻ പാട്ട് എഴുതാനൊക്കെ സമയം കിട്ടുന്നതാണ്? സമയം കിട്ടുക ഈ പറഞ്ഞില്ലേ, യാത്രകൾ നമ്മുടെ സന്തോഷം. അതുകൊണ്ട് നമ്മൾ എവിടെയാണ് സമയം കിട്ടുന്നത് അവിടെ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കുക. നമ്മള് അകത്തെഴുതുന്ന വാക്കുകളെക്കാളും ചേർത്ത് എഴുതുന്ന വാക്കുകൾക്ക് ഭയങ്കര മനോഹരത ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒറ്റയ്ക്ക് എഴുതുന്ന വാക്കുകൾ ഇപ്പൊ നമ്മളെന്ന് പറയുമ്പോ നമ്മൾ അങ്ങനെ ചേർത്ത് പിടിക്കലുണ്ടല്ലോ. നായും മായും എള്ളും അകത്തെഴുതി കഴിഞ്ഞാൽ അതൊരു വാക്കല്ല, അക്ഷരം മാത്രമാണ്. ചേർത്ത് എഴുതുക എന്നുള്ളതാണ് ഞങ്ങള് ചേർത്ത് പിടിക്കുന്ന അവസരങ്ങളൊക്കെ ഷൈജുവേട്ടൻ ഇപ്പൊ കണ്ണമ്പായി, ഷൈജുവേട്ടൻ എന്ന് പറയുന്നത് എന്റെ ചേട്ടനാണ്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മായിയുടെ, അതായത് അച്ഛന്റെ പേര്. ടോട്ടലി നിങ്ങൾ ഇരിങ്ങാലക്കൂടെ എല്ലാ നിങ്ങളുടെ കേടികളും ബന്ധുക്കളാണ്. ഇതൊക്കെ എന്റെ വിവരാ. അതന്നെയാണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. അത് തന്നെ. പിന്നെ ഇത് പരസ്പരം ഇല്ലാത്ത ഒരു അളവില്ലാത്ത സ്നേഹത്തിന്റെ വലിയൊരു നിലവറയുണ്ട് ഞങ്ങളുടെ കയ്യില്, ആരും കാണാത്തത്. അത് തന്നെയാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നിപ്പോ ഈ പറഞ്ഞ പാട്ട് നമ്മളിപ്പോ ആർക്ക് വേണ്ടിട്ട് പറഞ്ഞത്? അത് നമ്മള് വയനാട് ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ കൂടെ മരിച്ചു പോയവരുണ്ട്, അതിൽ നിന്ന് അതിജീവിച്ചവരുണ്ട്, അവർക്ക് വേണ്ടിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം ഈ പാട്ട്. പാടിയുണർത്തിയ കാവുകളെ ആ കാവിലുറയണ ദൈവങ്ങളെ, ഈ പാടിയുണർത്തിയ കാവുകളെ ആ കാവിലുറയണ ദൈവങ്ങളെ, എന്റെ കണ്ണീരിൽ സന്തോഷം കണ്ടോരെ, എന്റെ ചുടുചോര കൊണ്ട് വൈതാകം തീർത്തോരെ, എന്റെ കണ്ണീരിൽ സന്തോഷം കണ്ടോരെ, എന്റെ ചുടുചോര കൊണ്ട് വൈതാകം തീർത്തോരെ. ഏലേലോ ഏലേലോ ഏലേലേലോ ഏലേലോ ഏലേലോ ഏലേലേലോ തന്തിന തനതാനാനോ തന്തിന തനതാനാനോ
കാവിനകത്തെ ദൈവത്തിന് കാവല വലിയൊരു പടിപ്പൂര കെട്ടാണ് ഇമ്മിണി വലിയൊരു പടിപ്പൂര കെട്ടാണ് മഴയത്തും വെയിലത്തും ഇരുന്നോരു ദൈവത്തെ നാലു കെട്ടിയിലൊതുക്കാണ് ഒരു നാലു കെട്ടിയിലൊതുക്കാണ് പരികർമ്മി ചൊല്ലണ് തീണ്ടിക്കൂടാത്തൊരു തൊട്ടുകൂടാത്തൊരെന്ന് എങ്ങളെ തീണ്ടിക്കൂടാത്തൊരെന്ന് പരികർമ്മി ചൊല്ലണ് തീണ്ടിക്കൂടാത്തൊരു തൊട്ടുകൂടാത്തൊരെന്ന് എങ്ങളെ തീണ്ടിക്കൂടാത്തൊരെന്ന് ഏം പാടിയുണർത്തിയ കാവുകളെ ആ കാവിലുറയണ ദൈവങ്ങളെ മാറിയിലെ മാലയ്ക്ക് ചുങ്കം ചോദിച്ചപ്പോ എങ്കട പെണ്ണുങ്ങള് സ്വന്തം മാറ് മുറിച്ചോരാ വെട്ടിട്ടും കുത്തിട്ടും ഉയരോടെ മൂടിയിട്ടും പൊട്ടി മുളച്ചോരല്ലോ എങ്ങളി മണ്ണിന്റെ മക്കളാ കാവും കളങ്ങളും മണ്ണും മരങ്ങളും എങ്കട കനവുകളും ഇങ്ങള് തട്ടിപ്പറിച്ചോരാ കാവും കളങ്ങളും മണ്ണും മരങ്ങളും എങ്കട കനവുകളും ഇങ്ങള് തട്ടിപ്പറിച്ചോരാ ഏം പാടിയുണർത്തിയ കാവുകളെ ആ കാവിലുറയണ ദൈവങ്ങളെ എന്റെ കണ്ണീരിൽ സന്തോഷം കണ്ടോരെ എന്റെ ചുടുചോര കൊണ്ട് വൈതാകം തീർത്തോരെ എന്റെ കണ്ണീരിൽ സന്തോഷം കണ്ടോരെ എന്റെ ചുടുചോര കൊണ്ട് പൈതാഹം തീർത്തോ. ഇനി നല്ലൊരു നാടൻ പാട്ട് നമുക്ക് അജിയേട്ടൻ നമുക്ക് വേണ്ടി പാടിത്തരാം. അതിന് മുമ്പ് നമുക്ക് അജിയേട്ടനോട് ആ പാട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. അജിയേട്ടാ, ഈ റബ്ബറും പാലം എന്നുള്ള പാട്ടിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത്? ഇത് എത്തിപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 വർഷമായി സ്റ്റുഡിയോ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ തുടങ്ങണ കാലഘട്ടം മുതൽ എന്നോടൊപ്പം ഒരു എന്താ പറയുക, എനിക്ക് ഈ നാടൻ പാട്ടിലേക്ക് കൂടുതൽ ഒരു ടച്ച് കിട്ടാൻ കാരണം സ്റ്റുഡിയോയിൽ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഇപ്പോഴത്തെ നാടൻ പാട്ടിൻ്റെ കുലപതി എന്ന് പറയുന്ന മണിച്ചേട്ടൻ ഒരുപാട് പാട്ടുകൾ സ്റ്റുഡിയോയിൽ പാടിയിട്ടുണ്ട്. അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടാണ് ബാലേട്ടൻ മോളല്ലേടി പിച്ച നടക്കാലോ, ഈ റബ്ബർ പാലായാലും പുള്ളി അദ്ദേഹം പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഈ പാട്ടൊക്കെ നമ്മുടെ സ്റ്റുഡിയോയിലാണോ പാടിയിട്ടുള്ളത്? എൻ്റെ സ്റ്റുഡിയോയിൽ ചാലക്കുടി ഡെൻറോസ് മ്യൂസിക് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് പുള്ളി പാടിയിട്ടുള്ളത്. ഒരു 15 വർഷം ഒരുപാട് നല്ല പാട്ടുകൾക്ക് ജീവൻ കൊടുത്ത സ്ഥലമാണ്. അതെ. അപ്പൊ അദ്ദേഹത്തോടൊപ്പം കുറെ നാടൻ പാട്ടുകൾ ഇങ്ങനെ ചെയ്ത് അപ്പൊ നാടൻ പാട്ടായിട്ട് ഒരു ടച്ച് എനിക്ക് അദ്ദേഹത്തോടൊപ്പം കിട്ടി. അതൊരു ഭാഗ്യമെന്ന് പറയാം. നമ്മളുടെ ഈ ഓർക്കസ്ട്രേഷൻ മേഖലയിൽ ഇപ്പൊ കരിങ്കാളി ആയാലും ഉണ്ണിക്കാളി ആയാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നാടൻ പാട്ടുകളൊക്കെ ആയാലും ആ ഒരു ടച്ച് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും. അതാണ് മണിച്ചേട്ടനായിട്ടുള്ള ഒരു ബന്ധം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഈ പറഞ്ഞ എല്ലാവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയതും അതോടൊപ്പം ഈ പാട്ടുകളൊക്കെ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയതും. അപ്പോൾ ഈ റബ്ബർ പാലം എന്ന ഈ പാട്ട് ഞാനിങ്ങനെ വ്യത്യസ്തമായിട്ട് ഇന്നുകൂടെ പാടണം എന്ന് പറഞ്ഞപ്പോൾ അത് ചിന്തിച്ചപ്പോൾ എനിക്ക് ആ പാട്ടിൽ നമ്മുടെ ഇപ്പം ഈ അടുത്ത് ഏറ്റവും ഹിറ്റായി നമ്മുടെ ജാസി ഗിഫ്റ്റ് ആലപിച്ച ലജ്ജാവതി എന്ന പാട്ടും ഈ റബ്ബർ പാല് പോലെ രണ്ടും കൂടി മിക്സ് ചെയ്തൊന്ന് പാടി നോക്കിയാലോ എന്ന് ആലോചിച്ചിട്ട് ഫുൾ പവറിലൊന്ന് പാടി നോക്കാണ്. അപ്പൊ അതൊന്നൊരു പരീക്ഷണം മാത്രമായിട്ട് ഇങ്ങനെ നമുക്ക് ആ പാട്ട് എനിക്ക് സംസാരിച്ച സമയം കണ്ട നമുക്ക് ഞാൻ ഒരു പാട്ടൊന്നും എന്തായാലും കേട്ടു നോക്കിക്കാം. തീർച്ചയായും. കണ്ണാടി പുഴയിലെ വെള്ളാരം കല്ലുമായി മണിമാടം കെട്ടിയ നമ്മുടെ കുട്ടിക്കാലമോർത്തു ഞാൻ, കളിയോടം തൊട്ടു തുഴഞ്ഞൊരു കുട്ടിക്കാലമോർത്തു ഞാൻ, കുന്നോളമാമ്പഴോ അണ്ണാറ കണ്ണനുമായി പങ്കുവച്ചു പകുത്തെടുത്തതെല്ലാം നീ മറന്നു. മധുരമാ നിമിഷം മധുരമേ നിമിഷം ഏതൊരു
Hey boy, don't ever understand a Raja. Come on and tell you my Dil Ruba. I can never stop this feeling of Dano Raja. Karikinde figure aanelu murikinde manasane kannu vechu nokkidalle mane ponne penmane karikinde figure aanelu murikinde manasane kannu vechu nokkidalle mane ponne penmane ഞാൻ ഇതത്ര കണ്ടതെന്ന് വാശി വേണ്ട പെങ്ങുച്ചേ വേണ്ട വേണ്ട വാശി വേണ്ട റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലാക്കാരി തൊട്ടേരിക്കണ നിന്നെ മുട്ടാൻ പേടി റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലാക്കാരി തൊട്ടേരിക്കണ നിന്നെ മുട്ടാൻ പേടി കണ്ണടിച്ചു നിന്റെ അപ്പൻ റോഡിൽ വീണു പോകുമ്പോൾ തോളിലിട്ട് വീട്ടിലാക്കാൻ ആളൊരുത്തൻ വേണ്ടടി കണ്ണടിച്ചു നിന്റെ അപ്പൻ റോഡിൽ വീണു പോകുമ്പോൾ തോളിലിട്ട് വീട്ടിലാക്കാൻ ആളൊരുത്തൻ വേണ്ടടി റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലാക്കാരി തൊട്ടേരിക്കണ നിന്നെ മുട്ടാൻ പേടി റബ്ബർ പാൽ പോലൊരു പെണ്ണെ പാലാക്കാരി തൊട്ടേരിക്കണ നിന്നെ മുട്ടാൻ പേടി ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത് കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം നമ്മടെ തൃശ്ശൂര് പൂരം ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത് കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത് കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം മുറ്റത്ത് നിൽക്കണ മുരിങ്ങയുടെ കൊമ്പിന്മേൽ 3000 പേര് തൂങ്ങിച്ചതേ മുറ്റത്ത് നിൽക്കണ മുരിങ്ങയുടെ കൊമ്പിന്മേൽ 3000 പേര് തൂങ്ങിച്ചതേ ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത് കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം തെക്കോട്ട് നോക്കണ്ട തേങ്ങിക്കരയേണ്ട ഇപ്പൊ വരും ചേച്ചി നിന്റെ ചെക്കൻ തെക്കോട്ട് നോക്കണ്ട തേങ്ങിക്കരയേണ്ട ഇപ്പൊ വരും ചേച്ചി നിന്റെ ചെക്കൻ ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത് കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം മുറ്റത്ത് നിൽക്കണ മുരിങ്ങയുടെ കൊമ്പിന്മേൽ 3000 പേര് തൂങ്ങിച്ചതേ മുറ്റത്ത് നിൽക്കണ മുരിങ്ങയുടെ കൊമ്പിന്മേൽ 3000 പേര് തൂങ്ങിച്ചതേ ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത് കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം മുറ്റത്ത് നിൽക്കണ മൂവാണ്ടൻ മാവിന്മേൽ തോട്ടിയാലൊന്നു പറിച്ചെടുത്തു വേണ്ട തോട്ടിയാലൊന്നു പറിച്ചെടുത്തു മുറ്റത്ത് നിൽക്കണ മൂവാണ്ടൻ മാവിന്മേൽ തോട്ടിയാലൊന്നു പറിച്ചെടുത്തു മറുപുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത് കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം ഒരു പുറം നോക്കുമ്പോ ഓറഞ്ചോണ്ടലുവ മറുപുറം നോക്കുമ്പോ സോഡ സർവത്ത് കാണും ജനങ്ങൾക്ക് ആനന്ദമേകിടും പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം പൂരങ്ങളിൽ പൂരം തൃശ്ശൂര് പൂരം പൂരങ്ങളിൽ പൂരം നമ്മടെ തൃശ്ശൂര് പൂരം കരിങ്കാളിക്ക് ശേഷം വൈറലായ അടുത്ത പാട്ടാണ് വരെ ഉണ്ണിക്കാളി പാട്ട്. നമുക്ക് ആ പാട്ട് കൂടി ഒന്ന് കേട്ട് നോക്കിക്കാം. കാളിയുണ്ണി പെണ്ണിനേറെ നിന്നും പൊന്നും വേണ്ടാന്ന്
ഉണ്ണിക്കാളി പാട്ടോട് കൂടി നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഹാപ്പി ഓണം. താനിന്നെ താനേ തന്നെ ഓ താനിന്നെ താനിന്നെ താനേ തന്നെ താനിന്നെ താനേ തന്നെ ഓ താനിന്നെ താനേ തന്നെ താനേ തന്നെ ഓ താനിന്നെ താനിന്നെ താനേ തന്നെ ഓ താനിന്നെ താനിന്നെ താനേ തന്നെ താനിന്നെ താനേ തന്നെ ഓ താനിന്നെ താനേ തന്നെ താനേ തന്നെ ഓ താനിന്നെ താനിന്നെ താനേ തന്നെ താനിന്നെ താനിന്നെ താനേ തന്നെ താനിന്നെ താനേ തന്നെ ഓ താനിന്നെ താനേ തന്നെ താനേ തന്നെ താനിന്നെ താനിന്നെ താനേ തന്നെ ഒന്നുള്ളിച്ചു വന്ന ഉള്ളി അതൊന്നവന്റെ തപ്പു പൂത്ത പോലെ അരുവകന്തയ്ക്ക് വന്നാൽ ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാ വാങ്ങിത്തരാ താനിന്നെ താനതന്നെ ഒന്നു രണ്ടു കല്ലു പതിച്ച് ആ കല്ലു വെച്ച മുക്കുത്തിയിട്ട പെണ്ണേ ഒന്നൊരുക്കി നിന്നു ഞാൻ നിനക്ക് മല്ലികപ്പൂ വാങ്ങിത്തരാ വാങ്ങിത്തരാ താനിന്നെ താനതന്നെ വാണിങ്കുളം ചന്തയിൽ വാങ്ങിച്ചോറ് വെള്ളമാട്ട് രണ്ടു മട്ടിക്കൊണ്ട് ഓടണൊരു ചേലുകാർ വാണിങ്കുളം ചന്തയിൽ വാങ്ങിച്ചോറ് വെള്ളമാട്ട് കൊമ്പു രണ്ടു മട്ടിക്കൊണ്ട് ഓടണൊരു ചേലുകാണ് താനിന്നെ താനതന്നെ താനിന്നെ താനതന്നെ ഓ താനിന്നെ താനതന്നെ താനതന്നെ ഓ താനിന്നെ താനിന്നെ താനേ തന്നെ ഓ താനിന്നെ താനിന്നെ താനേ തന്നെ താനിന്നെ താനേ തന്നെ ഓ താനിന്നെ താനേ തന്നെ താനേ തന്നെ ഓ താനിന്നെ താനിന്നെ താനേ തന്നെ ഓ താനിന്നെ താനിന്നെ താനേ തന്നെ താനിന്നെ താനേ തന്നെ ഓ താനിന്നെ താനേ തന്നെ താനേ തന്നെ ഓ താനിന്നെ താനിന്നെ താനേ